എല്ലാവർക്കും ഒരു പ്ലോട്ട് പറയട്ടയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വി ആർ ഓൾ ട്രൈയിങ് ഹിയർ എന്ന ഡ്രാമയുടെ 3ാമത്തെ എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇങ്ങനെ നമുക്ക് നേരെ വീഡിയോ കാണാം. എപ്പിസോഡ് 3യുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ദൊങ്മാനെയാണ്. ദൊങ്മാൻ കാറ്ററിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അടുത്തുള്ള ആളെടുത്ത് പറയുന്നുണ്ട്, നിനക്കറിയാവോ, എനിക്ക് സന്തോഷം വരുമ്പോൾ ഞാൻ കുറേ വെജിറ്റബിൾസ് കഴിക്കും എന്നും പറഞ്ഞ് ആള് കാറ്ററിംഗ് വർക്കൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് എങ്ങോട്ടോ ഓടുന്നുണ്ട്. സംഭവം വേറൊരിടത്തുമല്ല, ഓരോ മാസം കൂടുന്തോറും ആൾക്കാരുടെ ഇമോഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു മാസത്തിലെ ലിസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കും. അതിന് കമ്പനി പോവാണ്. അപ്പോൾ അവിടെ ഓൾറെഡി യൂന വന്ന് രജിസ്റ്ററൊക്കെ ചെയ്ത് കഴിഞ്ഞു. ദൊങ്മാൻ വരുമ്പോഴത്തേക്കും ദൊങ്മാൻ യൂനെ കാണുകയാണ്. എന്നിട്ട് ദൊങ്മാൻ ദൂരെ നിന്ന് യൂനെ വിളിക്കുകയാണ്. യൂനെയും വിളി കേട്ട് ഞാൻ അവിടെ കാണുമെന്ന് പറഞ്ഞ് ആക്ഷൻ ചെയ്യാണ്. അത് കഴിഞ്ഞ് ഇവരുടെ വാച്ച് ചെക്ക് ചെയ്യാണ്. പക്ഷെ നമ്മുടെ ദൊങ്മാൻ്റെ വാച്ച് മാത്രം എല്ലാ സമയവും റെഡും ഒരു തുമ്പത്ത് ചെറിയൊരു ഗ്രീൻ കളറും മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് സീനിൽ യൂനയും ദൊങ്മാനും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ദൊങ്മാൻ പറയാണ്, എന്നെ 40 വയസ്സിൻ്റെ ഇടയിലുള്ള ജോലിയില്ലാത്ത ആളെന്നാ ജുൺ പറഞ്ഞു കൊടുത്ത, നീയോ? അപ്പോൾ യൂന പറയാണ്, 30 വയസ്സിൻ്റെ ഇടയിലുള്ള സൈക്കോളജിക്കൽ പ്രശ്നമുള്ള ആളായിട്ടാ. ശരിക്കും ജുൺ നിന്നെ അങ്ങനെയാണോ പറഞ്ഞു കൊടുത്തത്? എനിക്ക് ജുൺ അല്ല റെക്കമെൻഡ് ചെയ്ത, വേറൊരാളാണ്. ജോലിയിലുള്ള ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ ഈ വാച്ച് ഇടുന്നുണ്ടെന്നുള്ള കാര്യം. ഇത് സൈക്കോളജിക്കൽ പ്രശ്നത്തിന് ഹെൽപ്പ് ചെയ്യൂന്നാ പറഞ്ഞത്. സൈക്കോളജിക്കൽ പ്രശ്നവും? അപ്പോൾ യൂന ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ദൊങ്മാൻ ചോദിക്കുകയാണ്, നിനക്കൊരു വേർഡില്ലേ, നിന്റെ നെഞ്ചിടിക്കുന്നൊരു വേർഡ്? എനിക്കറിഞ്ഞൂടായിരുന്നു ജോലിയില്ല എന്ന് പറയുന്ന വേർഡ് എന്നെ ഇത്ര നെഞ്ചിടിപ്പിക്കുമെന്ന്. ഈ നെഞ്ചിടിക്കുന്ന കേൾക്കുമ്പോഴോ ഒന്നും കൂടി നെഞ്ചിടിക്കും. വല്ലാത്തൊരു ഫീലാ. ഞാൻ പിടിക്കപ്പെട്ട്. അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. നിനക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ലല്ലേ? നോക്കിക്കോ, നിനക്കും അങ്ങനത്തെ എന്തെങ്കിലും വേർഡ്സ് കാണുമായിരിക്കും. എനിക്കും ഉണ്ട്. ഒരെണ്ണം അല്ല, ഒരുപാട്. അത് വാക്കുകളൊന്നുമല്ല, പക്ഷേ പേരോ? എന്നെ ഇട്ടിട്ട് പോയ ആണുങ്ങളുടെ പേര്. ആണുങ്ങളോ? ഒരുപാട് പേരുണ്ടല്ലേ. എന്നെ ഇട്ടിട്ട് പോയെന്ന് ഓർക്കുമ്പോഴേ എൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങും. എനിക്ക് പേര് കേട്ടാലൊന്നും ഒന്നുമില്ല. നിന്റെ റിലേഷൻഷിപ്പൊക്കെ നല്ല അടിപൊളിയായിരിക്കും അല്ലേ? അടിപൊളിയല്ല, പൊളിഞ്ഞിരിക്കുക. ആരും എനിക്ക് റെസ്പെക്റ്റ് ചെയ്യത്തില്ല, ഞാനും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കത്തില്ല. ഈ വാച്ചിനെ കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് ഈ ലോകത്ത് ഇഷ്ടമുള്ള ഒന്നുമില്ല. ഫുഡ് ഒഴിച്ച് ഒരു കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്നെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫുഡാണ്. അപ്പോൾ യൂന ചിരിക്കുകയാണ്. ഈ വാച്ച് ഇട്ടുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒരു നശിച്ചവനാ. നിനക്കൊരു കാര്യം അറിയാവോ? ഞാൻ ഒരു ദിവസം ഒരു കഫേയിലിരിക്കാൻ നേരത്ത് അവിടെ അടുത്തൊരു കാർ ആക്സിഡൻറ്റ് നടന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പം എൻ്റെ വാച്ച് ഇവിടെ നിന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ച് വല്ല പേടിയോ ഞെട്ടിയിരിക്കോ അങ്ങനെ വല്ല ആയിരിക്കുമെന്ന്. പക്ഷേ ആ വാച്ച് കാണിച്ചത് എന്നെ ഞെട്ടിച്ചളഞ്ഞു. അതിശയമൊന്നും അതിനകത്ത് കാണിച്ചത്. സത്യവാ, എനിക്ക് അതിശയമായിരുന്നു. എനിക്ക് പേടിയില്ലായിരുന്നു, ടെൻഷനും ഇല്ലായിരുന്നു, ഞാൻ ഒട്ടും വറീഡും അല്ലായിരുന്നു. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഞാൻ അതങ്ങ് മറച്ചു വെച്ചു. എന്നിട്ട് ദൊങ്മാൻ പറയാണ്, നിനക്കറിയാവോ, ഒരു ദിവസം എനിക്ക് എണീക്കാൻ പോലും വയ്യാത്ത പനിയായിരുന്നു. എന്നിട്ടും 500 പേരുള്ള ഒരു പരിപാടിക്ക് ഞാൻ കാറ്ററിംഗ് വർക്കിന് പോയി. അതിനുശേഷം പിള്ളേരെ പഠിപ്പിക്കുകയും ചെയ്തു. അത്ര ക്ഷീണത്തിൽ ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് ഞാൻ ഫോൺ നോക്കി. ഈ ലോകം അവസാനിക്കുവാണെങ്കിലും ഞാൻ ഫോൺ നോക്കും. അപ്പോൾ യൂന ചിരിക്കുകയാണ്. ഫോണിൽ ന്യൂസ് കണ്ട് ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ TV-യിൽ അത് കണ്ടപ്പോൾ ഈ ലീഡേഴ്സിനെയൊക്കെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച്, ഈ ലീഡേഴ്സൊക്കെ മരിച്ചാൽ ഈ ലോകവേ ഇല്ലാതാവും. അപ്പം എൻ്റെ വാച്ച് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പം അതിൽ കണ്ട വേർഡ് എന്താണെന്നറിയാവോ? അപ്പം യൂന പറയാണ്, എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ദൊങ്മാൻ പറയാണ്, ത്രിൽഡ്. ഞാൻ ത്രില്ലടിച്ചിരിക്കുമായിരുന്നു. അപ്പം യൂന ചിരിക്കുകയാണ്. എന്നിട്ട് ന്യൂസിൽ കാണിച്ചു ഈ ലീഡേഴ്സിനെയൊക്കെ രക്ഷപ്പെടുത്തി ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന്. അപ്പം എൻ്റെ വാച്ച് കാണിച്ച എന്താണെന്നറിയാവോ? യൂന പറയാണ്, വിഷമം വന്നല്ലേ. ഇപ്പം രണ്ടുപേരും കൂടെ സേവിച്ചെന്ന് പറഞ്ഞ് കൈമുട്ടിക്കുകയാണ്. ഇപ്പം ദൊങ്മാൻ പറയാണ്, ഇതാണ് ഞാനൊരു നശിച്ച ആളാണ്. അതുകൊണ്ട് ഞാനിനി നന്നാവാൻ ശ്രമിക്കുന്നതേ നിർത്തി. അപ്പം യൂന അവനിങ്ങനെ നോക്കാണ്. അതിനുശേഷം ദൊങ്മാൻ പറയാണ്, നിനക്കറിയാവോ, ക്യോൻസയുടെ മൂവി പൊട്ടിയ സമയം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ മുഴുവൻ കൺട്രിയും അവൻ എത്ര കൊള്ളാത്തവനാന്ന് മനസ്സിലാക്കിയപ്പം എനിക്ക് എന്ത് സന്തോഷമായെന്നറിയാവോ? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഡാൻസ് കളിച്ചു. അപ്പം നീ ചോദിക്കും, അതിന് നിങ്ങൾ ഭയങ്കര അടുപ്പമല്ലേന്ന്. അല്ല, 20 വർഷം ഒരുമിച്ചായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല. അടുപ്പം ആയിരുന്നു എന്ന് പറയാം. എപ്പോഴാ? ഞങ്ങളെല്ലാം ഒരേ നിലയിലുള്ളപ്പം, ഞങ്ങൾ ആരും ഒരു ഡിബറ്റ് പോലും ചെയ്യാത്തപ്പം. ഓരോരുത്തരായിട്ട് ഡിബറ്റ് ചെയ്ത് പിന്നെ ഞാൻ മാത്രം ഒറ്റയ്ക്കായി. പിന്നെ അവർക്ക് എന്നെ കാണുമ്പം
ഞാൻ പുറത്തുനിന്നുള്ള ഒരാൾ പോലെ, ഞാൻ അവരിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യാസം പോലെ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന പോലെ. ഇപ്പൊ യൂൻ ഇതെല്ലാം കേട്ടിരിക്കുകയാണ്. എന്തിരുന്നാലും ശരി, ഞാനൊരു നാശത്തിൻ്റെ ആളാണ്. നിനക്ക് 1000 വാതിലുകൾ നിൻ്റെ ഉള്ളിൽ തുറന്നിരിക്കും. ചിലരുടെ സ്ക്രീൻ പ്ലേ ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, അവരുടെ ഒരു വാതിലുകൾ പോലും തുറന്നിട്ടില്ല അവരുടെ മനസ്സിൽ. പക്ഷേ നിൻ്റെത് 1000ഓളം വാതിലുകളാണ് തുറന്നിട്ടുള്ളത്. അപ്പം ദൊങ്മാൻ ഇത് കേട്ടിട്ട് ചോദിക്കുകയാണ്, ഓ അപ്പം അന്നെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോയുടെ മുമ്പിൽ വെച്ച്? അതിലെ മെയിൻ ക്യാരക്ടർ നിന്നെ പോലെ തോന്നിയില്ല. സിനിമയിലുള്ളവരൊക്കെ നല്ല അടിപൊളിയായിരിക്കണ്ടേ, അതുകൊണ്ടാ. പക്ഷേ നീ അതിലും അടിപൊളിയാ. ഇത് പറഞ്ഞതിന് ശേഷം ദൊങ്മാൻ സ്റ്റക്കായിരിക്കുകയാണ്. എന്നിട്ട് ആളുടെ വാച്ചിൽ ഗ്രീൻ ലൈറ്റ് കത്താണ്. ആളത് അവള് കാണാതെ മറച്ചു വെക്കുന്നുണ്ട്. പക്ഷേ യൂന അത് കാണുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് നേരത്തേക്ക് സൈലന്റ് ആണ്. നെക്സ്റ്റ് സീനിൽ രണ്ടുപേരും കൂടി നടന്നു വരികയാണ്. അപ്പോൾ യൂന പറയാണ്, ഈ വാച്ച് ഇടുമ്പം എനിക്ക് ഒന്നും കൂടെ നല്ല രീതിയിൽ ഫീൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ച. ഓ എൻ്റെ മൂഡ് താന്നിരിക്കുമ്പം എനിക്ക് വിചാരിക്കാം, ഓ എൻ്റെ മൂഡ് ഇപ്പം ശരിയല്ല, അതൊന്ന് നന്നാക്കണം. പക്ഷേ പിന്നെ മനസ്സിലായ എനിക്ക് സ്വയമായിട്ട് ഇങ്ങനെ തോന്നുമ്പം മാറ്റാനൊന്നും പറ്റുന്നതല്ല ഈ ഇമോഷൻസ് എന്ന്. അപ്പോൾ ദൊങ്മാൻ പറയാണ്, അല്ല ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മുടെ ഇമോഷൻസ് ഒക്കെ കുളവായിരിക്കുമ്പോൾ റോഡിൽ കിടക്കുന്ന ചില്ലറ എടുത്തോണ്ടങ്ങ് ഓടണം, ചെറിയൊരു ചലഞ്ച് പോലെ. അപ്പോൾ യൂന ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഓടുന്ന എല്ലാ ദിവസവും ഞാൻ ഓടും, എന്നിട്ട് പുതിയ പുതിയ റെക്കോർഡ് ഞാൻ സെറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ആൾ ഓടുകയാണ്. യൂനയും പുറകിൽ ഓടുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് ഓടുകയാണ്. അപ്പോൾ ദൊങ്മാൻ തിരിച്ചു വന്ന് നോക്കുമ്പം 24 km/h. എന്നിട്ട് ആൾ ഹാപ്പി ആവുകയാണ്. ഓ പുതിയ റെക്കോർഡ് സെറ്റ് ചെയ്തെന്ന് രണ്ടുപേരും കൂടെ ബമ്പ് ചെയ്യാണ്. അതിനുശേഷം അവർ ഗുഡ് നൈറ്റും പറഞ്ഞ് പിരിയാണ്. നെക്സ്റ്റ് സീനിൽ ദൊങ്മാൻ ബാറിന്റെ അടുത്തൂടെ നടന്നു പോവാണ്. അപ്പോൾ അവിടെ കണ്ണാടി, ഫ്രണ്ട്, ജിൻ എല്ലാവരും ഉണ്ട്. ഇത് കണ്ട് ദൊങ്മാൻ പറയാണ്, ആ ദാ നിൽക്കുന്ന എന്നെ പറ്റിച്ചവര്, എന്നെ ഇവിടെ പുറത്താക്കിയപ്പോൾ നല്ല സുഖം കാണും അല്ലേ എന്ന് പറഞ്ഞിട്ട് ആള് പോന്നണക്ക് ആക്ഷൻ കാണിച്ചിട്ട് നേരെ ഓടി വന്ന് ചാടാൻ നോക്കുവാണ്. പക്ഷേ ആളവിടെ സ്റ്റക്കാവും. അങ്ങനെ ഫ്രണ്ടും കണ്ണാടിയും കൂടെ, ഓ ഇവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് അകത്തേറ്റാണ്. എന്നിട്ട് ദൊങ്മാൻ ഡോറ് തുറന്ന് അകത്ത് കയറാണ്. അപ്പോൾ അവിടെ ചോയ് കുറച്ച് ആക്ടേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൊങ്മാൻ നേരെ വന്ന് ചോയ് എടുത്ത് സല്യൂട്ട് സാർ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് പറയാണ്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മിസ്റ്റർ ഹിറ്റ്ലർ വരെയാണുള്ളത്. ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഇദ്ദേഹം അപ്പോഴേ ഒഴിവാക്കും അല്ലേ മിസ്റ്റർ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ് ചോയിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ചോയോട് ചോദിക്കുകയാണ്, ഈ ലോകത്ത് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നവരായിട്ടുണ്ടോ? ഈ വഴി പോകുന്നവർ ആരും കൊള്ളത്തില്ലല്ലേ, അവരെല്ലാം അഗ്ലിയല്ലേ. ഒരു കാര്യം ചെയ്യും, അവരെ എല്ലാം അങ്ങ് ഇല്ലാതാക്കിയിട്ട് ഒറ്റയ്ക്കങ്ങ് ജീവിക്കാൻ എന്ത് എന്ന് പറഞ്ഞിട്ട് ചോയുടെ കസേര എടുത്ത് മതിലിന്റെ നേരെ കൊണ്ട് ഇടിക്കുകയാണ്. ചോയ്ക്ക് ക്ഷമ കെട്ട് ഇവനെ പിടിക്കാൻ വരുമ്പോഴത്തേക്ക് ഇവൻ ഓടി ഒരു ഡോറിന്റെ അവിടെ പോകുമ്പം അവിടെ നിന്ന് ഗ്യോങ്സയുടെ വൈഫ് ഡോർ തുറക്കും. അവിടെ നിന്ന് നേരെ ഇവൻ കയറിയ സ്ഥലത്ത് തന്നെ വന്നിട്ട് അവിടെ നിന്ന് ചാടി ഇറങ്ങുകയാണ്. അപ്പൊ ചോയും പുറകെ ഇവനെ വിളിക്കുന്നുണ്ട്. ഇവൻ പറയാണ്, നീ ഇതെല്ലാം തുടങ്ങി വെച്ച, ഇനി നീ അനുഭവിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആള് ഓടുകയാണ്. ചോയുടെ കൺട്രോൾ എല്ലാം പോയി നിൽക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്ന ദൊങ്മാൻ കുക്ക് ചെയ്യാണ്. എന്നിട്ട് ദൊങ്മാൻ പറയാണ്, ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ ഒരാൾ വരുന്നത്. അങ്ങനെയല്ല, ജൺ വന്നിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് എൻ്റെ വീട്ടിൽ വരുന്നതെന്ന് യൂനെടുത്ത് പറയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് പോർക്കിനെക്കാട്ടിലും ഇഷ്ടം ഹാമ എന്ന് പറഞ്ഞ ആൾ കുക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് യൂനയോട് ചോദിക്കുകയാണ്, 2 മുട്ട വേണോ അതോ 4 മുട്ട വേണോ? അങ്ങനെ യൂന 4 മുട്ട വേണോന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് വന്നിരുന്ന് കഴിക്കുകയാണ്. കഴിക്കുമ്പോൾ ആൾ പറയാണ്, ഇതെന്ത് അടിപൊളിയാ എന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരു സുഷി എടുത്ത് കഴിക്കും. രണ്ടാമത്തെ സുഷി എടുത്ത് കഴിക്കുമ്പോഴും ആൾ പറയാണ്, ഇതെന്ത് അടിപൊളിയാ എന്ന് പറഞ്ഞ ആൾ കഴിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ആളുടെ വെറും ഇമാജിനേഷനാണിത്. അപ്പോൾ ആളുടെ ചേട്ടൻ ആളെ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട് സ്റ്റക്കായിട്ട്. അപ്പോൾ ദൊങ്മാൻ ചോദിക്കുകയാണ്, എന്തേ? അപ്പോൾ ചേട്ടൻ പറയാണ്, നീ കാത്തിരുന്നോ, ഞാൻ ഉടനെ നിന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടുമെന്ന്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സീനിൽ സിസ്റ്റർ വെഞ്ചൻസിൻ്റെ പരിപാടിയിൽ ഗ്യോങ്സയും വൈഫൊക്കെ നിൽക്കുകയാണ്. സംഭവം ആ മൂവി പൊട്ടിപ്പോയി. അവിടെ ആകെ കുറച്ച് ആൾക്കാർ മാത്രമുണ്ട്, അതും നടിയെ കാണാൻ വന്നവരാണ്. ഗ്യോങ്സയുടെ വൈഫ് ചോയെ വിളിച്ച് സംസാരിക്കുകയാണ്, ഈ രാത്രി രാവിലെ കൊണ്ട് ഷോ വെച്ച് ആരും കാണത്തില്ല, വീക്കെൻഡ്സിൽ വൈകിട്ടും ഷോ വേണം. ചോയ് പറയാണ്, ഞാൻ എന്ത് ചെയ്യാന്, തിയേറ്റർ സമ്മതിക്കണ്ടേ? അപ്പോൾ വൈഫ് പറയണ, ഒരു കാര്യം ചെയ്യാം, 3000 പേർക്ക് നമുക്ക് ഫ്രീ ടിക്കറ്റ് കൊടുത്താലോ? ചോയ് പറയണ, ഞാൻ നോക്കാം. നെക്സ്റ്റ് സീനിൽ ഗ്യോങ്സയും ആക്ടറും ഇരിക്കുകയാണ്. അപ്പോൾ ഗ്യോങ്സയുടെ വൈഫ് അങ്ങോട്ട് വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആക്ടർ പറയാണ്, ഡയറക്ടർ പാർക്ക്, നിങ്ങൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല മൂവി നിങ്ങൾ ആദ്യം ചെയ്തതാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് പുച്ഛത്തിൽ ചിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത മീറ്റിങ്ങിന് വേണ്ടി 3 പേരും കൂടി ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ഗ്യോങ്സെ ഓഡിയൻസിനോടായി സംസാരിക്കുകയാണ്, ഹലോ, എൻ്റെ പേര് പാക് ഗ്യോങ്സെ. എനിക്ക് ആകെ ഫിലിം ഉണ്ടാക്കുന്നത്
നല്ല ഇഷ്ടമായിരുന്നു കൊച്ചിലെ മുതൽ. പിന്നെ അറിഞ്ഞ അതിൻ്റെ പുറകിലും ഇത്ര കഷ്ടപ്പാടുണ്ടെന്ന്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെയ്ത മൂവിയായത്. നെക്സ്റ്റ് സീനിൽ ആള് ട്രെക്കിങ്ങിന് പോവാണ് ഒന്ന് മൈൻഡ് ഫ്രഷ് ആക്കാൻ വേണ്ടി. എന്നിട്ട് ആളൊരു പേപ്പറും ഇടയ്ക്ക് വായിക്കുന്നുണ്ട്. അത് ആളുടെ മൂവിയെ കുറിച്ചുള്ള ബാഡ് റിവ്യൂസ് അവനെടുത്ത് എഴുതി അതൊന്ന് മനസ്സിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി അത് ഇടയ്ക്ക് ഇങ്ങനെ വായിച്ച് ആള് മല കയറുവാണ്. ഞാൻ കൊടുത്ത ടിക്കറ്റിന്റെ പൈസ ഇങ്ങ് തിരിച്ചു, അവരുടെ വൈഫ് ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഗ്യോങ്സി ഒരു മൂവിയെങ്കിലും ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ഗ്യോങ്സയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കുറേ കമൻസ്. നെക്സ്റ്റ് സീനിൽ കണ്ണാടി ഗ്യോങ്സയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ടെക്സ്റ്റൊക്കെ ഇങ്ങനെ അയക്കുകയാണ്. അപ്പോൾ ജൻ പറയാണ് അവനെ വെറുതെ വിട്ടേരെ, എനിക്കിഷ്ടമല്ല ആരെങ്കിലും എന്നെ സമാധാനിപ്പിക്കാൻ വരുന്നത് എന്ന് പറയുമ്പോൾ കണ്ണാടി പറയാണ് ഞാൻ ഇത് അയക്കുന്നതിന് മുമ്പ് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. അപ്പോഴാണ് കണ്ണാടി ചെക്ക് ചെയ്യുന്നത്. ദൊങ്മാൻ ഗ്രൂപ്പിൽ ആ മൂവിയെക്കുറിച്ച് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ അയച്ചേക്കാണ്. ഗ്യോങ്സെ എപ്പോഴും ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യാറുള്ളതാണ്. യങ്സെ കയറ്റുകയും ചെയ്യും. ദൊങ്മാൻ വിചാരിച്ചിരിക്കുന്നത് ഗ്യോങ്സെ ഗ്രൂപ്പിൽ ഇല്ലെന്നാണ്. എന്നിട്ടാണ് ഇതെല്ലാം അയക്കുന്നത്. പക്ഷേ ഗ്യോങ്സെ ഗ്രൂപ്പിലുണ്ട്. എന്നിട്ട് കണ്ണാടിയും യോങ്സയും ജണ്ണൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ഫോണിൽ കൂടി. അപ്പോൾ പറയാണ് അവൻ ട്രക്കിങ്ങിനല്ലേ, അവൻ ശ്രദ്ധിക്കത്തില്ലായിരിക്കും എന്ന് പറയുമ്പോഴാണ് ഗ്യോങ്സെ ഗ്രൂപ്പിൽ നിന്ന് ലീവായിട്ടുണ്ട്. ഗ്യോങ്സെ അവിടെ ദൊങ്മാനെ ചീത്ത വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മലയുടെ മണ്ടേന്ന്. നെക്സ്റ്റ് സീനിൽ ചോയി ജിന്നിൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് അപ്പം ഫ്രീ ടിക്കറ്റ് അല്ലാതെ വേറെ രക്ഷയില്ലല്ലേ? അപ്പോൾ ആൾ പറയാണ് ഇല്ല. ഓപ്പണിംഗ് വീക്കിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ 3,10,000 പേരാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ പറയാണ് ആരും അതിൻ്റെ അടുത്തൊന്നും ഗസ് ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പറയാണ് ആ ഗസ് ചെയ്ത് 3,00,000 ഗസ് ചെയ്തായിരുന്നെന്ന് പറയും. അതാരാ? യൂന. അങ്ങനെ ചോയ് യൂനാക്ക് ചെന്ന് പൈസ കൊടുക്കുകയാണ്. സംഭവം ഇതൊരു ബെറ്റാണ്. എന്നിട്ട് പറയാണ് ആ മൂവിക്ക് എത്ര കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നേ എന്ന് പറഞ്ഞ് ആ പോസ്റ്ററിലോട്ട് കാണിക്കുകയാണ്. യൂന ഒന്നും മിണ്ടുന്നില്ല. പറഞ്ഞോളൂ. യൂന ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ജിൻ വന്ന് ഫ്രണ്ടിനോട് പറയാണ് ഇന്ന് ആക്ടർ സോങ് നമ്മുടെ ബാറിൽ വരും, നീയും ഇന്ന് വരണേ. ആ ദൊങ്മാൻ അവിടെ നിന്ന് പോയതിന് ശേഷം 10 വർഷത്തെ വേസ്റ്റ് നമ്മൾ ഒരിടത്തുനിന്ന് കളയത്തില്ലേ, ആ ഒരു ഫീലാണ്. ഇപ്പൊ യൂന ഇത് കേക്കാണ്. ഇപ്പൊ യൂന ഇങ്ങനെ ദീർഘശ്വാസം വിടാണ്. ഇത് കേട്ട് ജിൻ വന്നിട്ട് ചോദിക്കും നീയാണോ ഇപ്പം ശ്വാസം വിട്ടെ? എന്താ അങ്ങനെ ചെയ്ത്? നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലല്ലേ? ജീവിച്ചിരിക്കുന്ന ശവം, 10 വർഷത്തെ വേസ്റ്റ്, അങ്ങനെയൊക്കെ ഒരാളെ പറയാവോ? നീയും ഇതിനേക്കാട്ടിലും കൂടുതൽ വലിയ വലിയ വേർഡ്സ് ഒക്കെ പണ്ട് പറയുമായിരുന്നല്ലോ. ഇപ്പം ഞങ്ങളെ മാത്രം കൊള്ളാത്തവരാക്കി മാറ്റല്ലേ? നിനക്ക് ദൊങ്മാനെ അറിയാവോ? അറിഞ്ഞിട്ട് ബാക്കിയുള്ളത് സംസാരിക്കാൻ വാ, അത് ഞാൻ നോക്കിക്കോളാം. നെക്സ്റ്റ് സീനിൽ ജിന്നും ഫ്രണ്ടും കൂടെ ഒരിടത്ത് മാറിപ്പോയി സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാണ് അവൾക്ക് എങ്ങനെ തോന്നുന്നു അങ്ങനെ പറയാൻ? എൻ്റെ മുഖത്ത് നോക്കി തിരിച്ചുത്തരം പറയുന്നു. ഞാൻ അവളുടെ സീനിയറാന്നൊക്കെ വല്ല ബോധമുണ്ടോ? അത് കഴിഞ്ഞ് നെക്സ്റ്റ് സീനിൽ ദൊങ്മാൻ ഫോൺ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഫ്രണ്ടിനെ കാണുകയാണ്. അത് കഴിഞ്ഞ് ഗ്യോങ്സയെ സമാധാനിപ്പിക്കാൻ വേണ്ടി യോങ്സെ കണ്ണാടി എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ പറയാണ് ഞങ്ങൾ അവൻ്റെ മെസ്സേജ് അങ്ങനെ വായിക്കാറില്ല, എനിക്ക് ഉറപ്പാ അവൻ നീ ഗ്രൂപ്പിലുണ്ടെന്ന് അറിഞ്ഞു കാണൂല, അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ അയച്ചെന്ന് യോങ്സെ പറയാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ ദൊങ്മാനും വരുന്നു. ഇത് കണ്ട് എല്ലാവരും അവനെ ഇങ്ങനെ നോക്കാണ്. എന്നിട്ട് അവൻ പറയാണ് എനിക്ക് ഓംലെറ്റും റൈസും എടുത്തേരെ എന്ന് പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഗ്യോങ്സയെ നോക്കിയിട്ട് പറയാണ് കണ്ടിട്ട് തോന്നുന്നു നീ ട്രക്കിങ്ങിന് പോയിട്ട് വന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് മലയിലാണ് പോയാ? എനിക്ക് ട്രക്കിങ്ങിന് പോകാൻ പേടിയാ, അതുകൊണ്ട് എനിക്ക് ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരോട് ഭയങ്കര റെസ്പെക്റ്റാ എന്ന് പറയുമ്പോൾ ഗ്യോങ്സെ പറയാണ് പറ നിനക്ക് സത്യമായിട്ടും ഇതങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? അപ്പോൾ ദൊങ്മാൻ പറയാണ് എങ്ങനെ മനസ്സിലായി? ഞാൻ ഈ സമയം ഓടി നടക്കുക, എനിക്ക് ഒടുക്കത്തെ സന്തോഷം. ഇത് പറയുമ്പോൾ യോങ്സെ അവനെ നോക്കുന്നുണ്ട്. ഇപ്പൊ ഗ്യോൻസെ അവന്റെ റിവ്യൂസിന്റെ പേപ്പർ എടുത്ത് വായിക്കുകയാണ്. ഞാൻ അതിൽ ഏറ്റവും കൊള്ളാത്ത റിവ്യൂസ് എടുത്ത് ഞാൻ മലയുടെ മണ്ടയിൽ കൊണ്ടുപോയി. കാരണം എനിക്കത് അംഗീകരിക്കാൻ നല്ല പാടാണ്. എങ്ങനെയെങ്കിലും അംഗീകരിക്കാന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. അപ്പോഴാണ് നിന്റെ ഗ്രൂപ്പ് ചാറ്റിലെ മെസ്സേജ് ഞാൻ കാണുന്നത്. ഇതിലുള്ള പകുതിയോളം മെസ്സേജും നീ ഗ്രൂപ്പിൽ അയച്ചതും എല്ലാം സെയിം. അതായത് റിവ്യൂവിൽ പകുതിയും വേണ്ടാത്തത് പറഞ്ഞത് നീയാ ദൊങ്മാനെ. അപ്പോഴാണ് ദൊങ്മാൻ അറിയുന്ന ഗ്രൂപ്പിൽ ഗ്യോങ്സെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ദൊങ്മാനും എന്തോ വല്ലാത്തൊരു വിഷമാവുന്നുണ്ട്. ആക്ക് പിന്നെ ഒന്നും മിണ്ടാനില്ല. എന്നിട്ട് ഗ്യോങ്സെ പറയാണ് എനിക്ക് ആകെ ഉള്ളൊരു സമാധാനം എൻ്റെ വൈഫ്, അവളെ നേരത്തെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന്. എനിക്ക് വഴി തെറ്റിപ്പോയി മുള്ളും കടന്നായാലും ഞാൻ തിരിച്ചു വന്ന്. കാരണം നിനക്കെതിരെ എനിക്ക് റിവെഞ്ച് ചെയ്യണം. നിനക്കറിയാവോ ഞാനും നീയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ മൂവി ചെയ്ത് കുളവായി പോയതാ, നീ ഇതുവരെ മൂവി ചെയ്തിട്ടില്ല. അതായത് ജനിച്ചൊരു കുട്ടിയും ഇതുവരെ ജനിക്കാത്തൊരു കുട്ടിയും വെച്ച് കമ്പയർ ചെയ്യുന്ന എങ്ങനെ? അതുപോലെ
ദോങ്മാൻ ഒന്നും മിണ്ടുന്നില്ല. നെക്സ്റ്റ് സീനിൽ ദോങ്മാൻ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ദോങ്മാൻ ഗ്യോങ്സയുടെ മൂവിയെക്കുറിച്ച് എന്തൊക്കെയോ സ്വയമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ആള് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്. ആള് സൗണ്ട് കേട്ട ഭാഗത്തോട്ട് പോകുമ്പോഴാണ്